Bosco Campus Vision. This is Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Now we start our second module on marketing management. In this session, we will discuss the topic of consumer behavior. Let us start our class. Meaning of consumer behavior. Consumer behavior is an orderly process whereby the individual interacts with the environment for the purpose of making market decisions on product and services. Consumer behavior എന്ന് പറയുന്നത് it's an orderly process. Then individual are interacts with the environment for the purpose of making market decisions on products and services. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു സർവീസസോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതിന് മുൻപേ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എൻവിറോൺമെൻറ്റുമായിട്ട് നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപായിട്ട് ചില ഓർഡർലി പ്രോസസ് ഓഫ് തിങ്കിങ് നമുക്കുണ്ടാകുന്നു. ഇതിനെല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയാം. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ എം ഗോയിങ് ടു പർച്ചേസ് എ കാർ. എനിക്കൊരു കാർ വേണം, ഞാനൊരു കാർ പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, കാറ് വേണമെന്നുള്ള ആഗ്രഹം ഒരുപാട് നാളുകൾക്ക് മുമ്പേ ഉള്ള എൻ്റെ ആഗ്രഹമാണ്. ഇനി ആ ആഗ്രഹം ഞാൻ കൊണ്ടു നടക്കുന്നു. എൻ്റെ കയ്യിലൊരു 2 lakhs റെഡി ക്യാഷായിട്ട് എത്തുകയും ചെയ്തു. ഈ 2 ലക്ഷം രൂപയ്ക്ക് എന്തായാലും നല്ലൊരു കാറ് പറ്റത്തില്ല. സോ ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് എനിക്കൊരു കാർ എടുക്കാം. അപ്പം പൈസ വരാനുള്ള ആ ഒരു പ്രോസസ്സുണ്ട്, അതിനൊരു കുറച്ച് താമസമുണ്ട്. ദെൻ അപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹമുണ്ട്, പൈസ എത്തിക്കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ്, എനിക്ക് എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു കാറ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ പുതിയൊരു മോഡൽ വരുന്നു, ടാറ്റ അൾട്രോസ് എന്ന് പറയുന്ന കാറ്. ഓക്കെ, അതിൻ്റെ പ്രൈസ് നോക്കുന്നു 5.29, ഡൗൺ പേയ്മെൻറ്റ് ഓക്കെയാണ്, എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ മോഡൽ ഞാൻ തിരഞ്ഞെടുത്തു. അതിൻ്റെ ഒരു പെട്രോൾ മോഡലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇറ്റ്സ് ആൻ ഓർഡർലി പ്രോസസ്. ഓക്കെ, ഹിയർ ദ ഇൻഡിവിജ്വൽ ഇൻട്രാക്ട്സ് വിത്ത് ദ എൻവിറോൺമെൻറ്റ്. ഇവിടെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഈ ഒരു കാറ് എൻ്റെ ഒരു നിയർ റിലേറ്റീവ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ വ്യക്തിയായിട്ടാണ് ഇനി അടുത്ത എൻ്റെ കമ്മ്യൂണിക്കേഷൻ എബൌട്ട് ദിസ് കാർ. ഈ ഒരു കാറിനെ കുറിച്ചിട്ട് ഇതെങ്ങനെ എത്രത്തോളം കൺസ്യൂമർ ഫ്രണ്ട്ലി ആണെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കാർസിൻ്റെ ഫീച്ചേഴ്സും മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആ വ്യക്തിയായിട്ട് സംസാരിച്ച് മനസ്സിലാക്കുന്നു. സോ whereby the individual interacts with the environment for the purpose of, എന്തിനാണ് എനിക്ക് കാർ എടുക്കണം, ഞാൻ അടുത്ത ആഴ്ച കാറ് എടുക്കാനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. സോ for the purpose of making market decisions on product and services. This process is called consumer behavior. ഓക്കെ, അപ്പം ഏകദേശം രൂപം ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക് എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. കൺസ്യൂമർ ബിഹേവിയർ ഈസ് ആൻ ഓർഡർലി പ്രോസസ് വെയർബൈ ദ ഇൻഡിവിജ്വൽ ഇൻട്രാക്ട്സ് വിത്ത് ദ എൻവിറോൺമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് മാർക്കറ്റ് ഡിസിഷൻസ് ഓൺ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. ഇനി നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Next, look at the definition of the consumer behavior. This definition is given by Walters and Paul. According to him, consumer behavior is the process whereby individuals decide what, when, where, how, and from whom to purchase goods and services. Consumer behavior is the buying behavior of ultimate consumers. That is, those persons who buy goods for personal or household use. നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് ബിഹേവിയർ എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇങ്ങനെയുള്ള വ്യക്തികൾ ആ ഒരു ഇൻഡിവിജ്വൽസ് സാധനം വാങ്ങിക്കുന്നത് ഫോർ ദെയർ പേഴ്സണൽ യൂസ് ഓർ ഹൗസ് ഹോൾഡ് യൂസ്. അവരുടെ പേഴ്സണൽ യൂസിന് ഹൗസ് ഹോൾഡ് യൂസിനുമാണ് സാധാരണ കൺസ്യൂമേഴ്സ് ഈ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നത്. സോ അങ്ങനെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട് വരുന്ന കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. സോ ദെർ ആർ സം ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ഓർ അഫക്റ്റ് കൺസ്യൂമർ ബിഹേവിയർ. ചില ഫാക്ടേഴ്സുകൾ കൺസ്യൂമേഴ്സ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു, കൺസ്യൂമർ ബിഹേവിയർ ഈസ് ആൻ ഓർഡർലി പ്രോസസ് വെയർ ബൈ ദ ഇൻഡിവിജ്വൽ ഇൻട്രാക്ട്സ് വിത്ത് ദെയർ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ആ ഒരു എൻവിറോൺമെൻറ്റിനായിട്ട് അദ്ദേഹം ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ എൻവിറോൺമെൻറ്റിൽ കുറേ ഫാക്ടേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. ആ ഫാക്ടേഴ്സുകളപ്പം ആ ഒരു വ്യക്തിയുടെ ബൈയിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നു. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. The following are the some of the factors which affects consumer behavior. Mainly 4 factors. They are: first one, cultural factors, social factors, personal factors, then psychological factors. Mainly these are the 4 factors which affects consumer behavior. ഒന്നാമത്തേത് കൾച്ചറൽ ഫാക്ടേഴ്സ്, രണ്ടാമത്തേത് സോഷ്യൽ ഫാക്ടേഴ്സ്, 3 പേഴ്സണൽ ഫാക്ടേഴ്സ്, 4 സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. വാട്ട് ഈസ് കൾച്ചറൽ ഫാക്ടേഴ്സ്? Cultural means it refers to a set of learned beliefs, values, attitudes, morals, customs, habits, and forms of behavior that shared by a society. And it is always alive and ever changing and shape the pattern of consumption. So this culture is the social heritage of the society, and its influence can provide an important basis for market segmentation, product development, advertising, etc. First one is the cultural factors. Cultural factors means culture എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തിൽ ഷെയർ ചെയ്യുന്ന വാല്യൂസ്, ബിലീവ്സ്, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്സ്, അത് ഒരു സൊസൈറ്റിയിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതിനെ എല്ലാം കൂടി ചേർത്താണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു കൾച്ചർ ആ ഒരു സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ പർച്ചേസിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇപ്പം നമ്മൾ കേരളം നമ്മുടെ ഈ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു കൺസംഷൻ പാറ്റേണും അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റേറ്റ് അവിടുത്തെ ഒരു കൺസംഷൻ പാറ്റേണും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നമ്മുടെ വസ്ത്രധാരണ ശൈലിയും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ അവിടെയുള്ള ആ ഒരു സ്ഥലത്തെ ആൾക്കാരുടേതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൾച്ചർ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള ആൾക്കാർ ഷെയർ ചെയ്യുന്ന വാല്യൂസ്, അതുപോലെ തന്നെ അവരുടെ ബിലീവ്സ്, അവരുടെ മൊറൽസ്, കസ്റ്റംസ്, അവരുടെ ഹാബിറ്റ്സ്, ഇതെല്ലാം കൂടി കളക്റ്റീവ്ലി നമ്മൾ കൾച്ചർ എന്ന് പറയുന്നു. ഈ ഒരു കൾച്ചർ നമ്മുടെ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. Then second one is the social factors. Social factors include reference groups, family, social class. See the first one in which reference groups. Reference groups are collection of individuals, providing the individual with a sense of identity and accomplishment. Or we can say these are social, economic or professional groups that have a direct and indirect influence on the person's attitudes or behaviors. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും ഒരു വ്യക്തിയുടെ സമീപനത്തിനെയൊക്കെ സ്വാധീനിക്കുന്ന
വേറെ വ്യക്തികളെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ റഫറൻസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പേരൻസ് അല്ല, നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നല്ല ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആൾക്കാർ, അവരുടെയൊക്കെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ നമ്മളെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അവരുപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നു, അവരെങ്ങനെയാണ് അവരുടെ രീതികളെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതുപോലെ അവരെ അനുകരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. സോ അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ നമുക്ക് റഫറൻസ് ഗ്രൂപ്പ്സ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് ദ ഫാമിലി. Family is the most influential group that shapes a buyer's behavior. The family defines purchase needs and also puts financial strains within which the buying is to be made. Marketing managers should analyze and understand the role and relative influence of each member of the family upon the buying process. ഓക്കെ, സെക്കൻഡ് പോയിൻ്റ് ആണ്, അതായത് സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്ന സെക്കൻഡ് പോയിൻ്റ് ആണ് ഫാമിലി. ഫാമിലി എന്ന് പറയുന്നത് ബയേഴ്സ് ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നതിനകത്ത് വരുന്ന ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലിയിൽ ഉള്ള മെമ്പേഴ്സാണ് ദേ ഡിസൈഡ് എത്രത്തോളം സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നും, അതുപോലെ തന്നെ എന്തൊക്കെ ആവശ്യത്തിന് പർച്ചേസ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഫിനാൻഷ്യലായിട്ട് വരുന്ന ബാധ്യതകൾ എത്രത്തോളമാണെന്നൊക്കെ ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ് അത് തീരുമാനിക്കുന്നത്. സോ ഇവിടെ ഫാമിലിയിൽ ഫാദർ, മദർ, അപ്പോൾ അവർക്കൊക്കെ ആ ഒരു വീട്ടിലേക്ക് മേടിക്കുന്ന സാധനങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസും ഒക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? വീട്ടിലെ അമ്മയാണ്, അതായത് ഹൗസ് വൈഫായിരിക്കും. ഇനി സം കേസിൽ അവർ ജോയിൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. ഇപ്പം അവരൊരു വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂള് ഏത് സ്കൂള് തിരഞ്ഞെടുക്കണം, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്സ് ആക്ടിവിറ്റീസിന് അവരെവിടെയെങ്കിലും പോകുന്നുണ്ട്, ഒരു സിനിമയ്ക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്നിട്ട് ഒരുമിച്ചായിരിക്കും അവർ ഡിസിഷൻ എടുക്കുന്നത്. സോ അപ്പം ഫാമിലിയാണ് രണ്ടാമത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഇൻ സോഷ്യൽ ഗ്രൂപ്പ്സിൽ. ദെൻ തേർഡ് വൺ ആണ് സോഷ്യൽ ക്ലാസ്. സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റീനെ സ്ട്രാറ്റിഫൈ ചെയ്തിരിക്കുന്ന ആ ഒരു ലെവൽസിനെയാണ് നമ്മൾ സോഷ്യൽ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അപ്പർ ക്ലാസ് പറയും, മിഡിൽ ക്ലാസ് പറയും, ലോവർ ക്ലാസ്, അങ്ങനെ 3 ക്ലാസ്സസ് ആയിട്ട് സൊസൈറ്റിയെ ഇങ്ങനെ സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നു. അപ്പം ഓരോ ലെവൽസിലുമുള്ള ഓരോ ക്ലാസ്സിലുമുള്ള ആൾക്കാരുടെ ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. സോ if a family from a higher class they wishes to eat in a 5-star hotel, അതിന് എക്സാമ്പിൾ പറയുകയാണ്, ഹൈ ക്ലാസ്സിലുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 5-star ഹോട്ടലൊക്കെ അവർക്ക് അഫോർഡബിൾ ആണ്, അവർക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാനായിരിക്കും ഇഷ്ടം. ഇനി മിഡിൽ ക്ലാസ് ഫാമിലിയിലോട്ട് വരുവാണെങ്കിൽ അവരുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് they want to get a better service and quality food. When it comes to the lower class family, they opt for a cost effective restaurant. ഇതാണ് ആ ഒരു സോഷ്യൽ ക്ലാസ്സിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്, കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്. ഓക്കെ, then comes to the third main point, that is the personal factors. Here 4 factors are affecting. First one is the age, then occupation, then income, then lifestyle. These are the 4 factors comes under the personal factors. ഒന്നാമത് നോക്കി ഏജ് എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലുമുള്ള വ്യക്തികളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വ്യത്യസ്തമായിരിക്കും അല്ലേ. സോ എ പേഴ്സൺ ബൈസ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് അറ്റ് ഹിസ് ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റേജസ്. Then, in accordance with the change in life stage,
ദെൻ ഹിസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എക്സെട്ര ഷുഡ് ഓൾസോ ചേഞ്ച്. അദ്ദേഹത്തിൻ്റെ വയസ്സും പ്രായവും ഒക്കെ അനുസരിച്ച് ആ ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വ്യത്യാസമായിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് അതുകൊണ്ട് ഒന്നാമത്തെ പേഴ്സണൽ ഫാക്ടറിനകത്ത് ഒന്നാമത്തേതാണ് ഏജ്. സെക്കൻഡ് പോയിൻ്റ് ഈസ് ദ ഒക്യുപ്പേഷൻ. സോ ബയർ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്, അതായത് തൊഴിൽ. ബിക്കോസ് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികൾക്ക് ഓരോ ബയിങ് ബിഹേവിയർ ആയിരിക്കും. ഇപ്പം ഒരു കമ്പനിയിലുള്ള ഒരു മാനേജർ പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതേസമയം അവിടുത്തെ ഒരു വർക്കറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയുമായും അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനവുമായി ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കൺസ്യൂമർ ബിഹേവിയർ, ബയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. So when it comes to the next point, income is the main source of purchasing power. A person's income is an important factor which can exert influence in shaping his consumption pattern. നമുക്കറിയാം 1000 രൂപ വരുമാനം ഒരു മാസം കിട്ടുന്ന വ്യക്തിയും 10,000 ഒരു മാസം കിട്ടുന്ന വ്യക്തിയുടെയും ആ ഒരു കൺസ്യൂമർ ബയിങ് പാറ്റേൺ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം അനുസരിച്ച് മാത്രമേ ആ ഒരു വ്യക്തി സ്പെൻഡ് ചെയ്യത്തുള്ളൂ. ദെൻ ലൈഫ് സ്റ്റൈൽ ഈസ് ദ പാറ്റേൺ ഓർ വേ ഓഫ് ലിവിങ് ഓഫ് എ പേഴ്സൺ. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ, ഏത് രീതിയിലാണ് ആ ഒരു വ്യക്തി ജീവിച്ചു പോകുന്നത് എന്നുള്ളത്, പാറ്റേൺ ഓഫ് ലിവിങ് സ്റ്റൈൽ. ഇറ്റ് ക്യാൻ ബി ഇൻഡിക്കേറ്റഡ് ത്രൂ ദ പേഴ്സൺസ് ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ പേഴ്സൺ മേ റിസൈഡ് ഇൻ എ ഹൈ ഫ്ലാറ്റ് ആൻഡ് ഹി മേ ഹാവ് കോസ്റ്റ്ലി ഫർണിച്ചർ. ഓക്കെ, ഇപ്പോൾ ഒരു നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഫ്ലാറ്റിൽ ഒരു വ്യക്തി താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വില കൂടിയ ഫർണിച്ചേഴ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് comes under the personal factors: age, occupation, income, lifestyle. Lifestyle is the pattern or way of living of a person. So it can be indicated through the person's activities, interest and opinions. Then the last factor, that is the psychological factors. Psychological factors എന്തൊക്കെയാണെന്ന് നോക്കാം. Motivation, perception, learning and attitudes. First one is the motivation. Motivation is an inner urge to act, to move, to obtain a goal or an objective. Or we can say it is the driving force which makes the person act. If a person buys products on account of certain mental and economic forces which create desire of buying such products. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് കുറച്ച് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു ആഗ്രഹം വരണം, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വേണമെന്നുള്ളൊരാവശ്യം അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഒരു ആക്ട് ചെയ്യുന്നതിന് മുൻപേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ഫോഴ്സ്, അതിനെയാണ് നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു കാറ് വേണം, അതിനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ കുറച്ച് മെമ്പേഴ്സുണ്ട്, അവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റണം. അതാണ് ഒന്നാമത്തെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹത്തിന് ക്യാഷ് ഉണ്ട്. സോ ഇതൊരു എക്കണോമിക് ഫോഴ്സാണ്. സോ ക്യാഷും ഉണ്ട്, വീട്ടിലേക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു യാത്രയ്ക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാറ് വീട്ടിൽ വേണം. അതുപോലെ തന്നെ മഴയാണെങ്കിൽ 2 വീലറിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു കാറിനോട് ഒരാഗ്രഹം, ഒരു കാർ എനിക്ക് വേണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഇതിനെയൊക്കെ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിലേക്കായിട്ട് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന ഒരു ഇന്നർ മോട്ടീവ്, അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇന്നർ മോട്ടീവ് അല്ലെങ്കിൽ ഇന്നർ അർജ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈക്കോളജിക്കൽ ഫാക്ടർ ഈസ് പെർസെപ്ഷൻ.
പെർസെപ്ഷൻ ഷെയ്പ്സ് എ പേഴ്സൺസ് ബിഹേവിയർ. എന്താണ് പെർസെപ്ഷൻ? പെർസെപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു കടയിൽ പോകുന്നു. ഓക്കെ, കടയിൽ ചെല്ലുമ്പം ഒരു സൂപ്പർ മാർക്കറ്റിലാണ് എത്തിയിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രോഡക്ട്സുകൾ ഇങ്ങനെ അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ നമ്മളിപ്പോൾ ഒരു ഫുഡ് ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചെന്ന് കയറി കഴിയുമ്പോഴത്തേനും, അവിടെ ചെല്ലുമ്പോഴത്തേനും പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബിസ്ക്കറ്റ്സിൻ്റെതാണെങ്കിൽ ബ്രിട്ടാനിയയും മാരിഗോൾഡ്, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ്സ്, അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നല്ല പാക്കറ്റ്സുകളിലാക്കി വെച്ചിരിക്കും. അതിൻ്റെയൊക്കെ ഗുണങ്ങളും എല്ലാം നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ലേബലിങ് ചെയ്തിരിക്കുന്നു. സോ നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു. ആ പ്രോഡക്റ്റ് എടുത്ത് ഇപ്പം മാരിഗോൾഡ് അതെടുത്തു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു. ഓക്കെ, അതിൻ്റെ പ്രൈസ് നോക്കുന്നു, അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് അവർ നല്ല രീതിയിൽ ആ ലേബലിങ്ങിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ അത് നമ്മളെ വളരെയധികം അട്രാക്റ്റ് ചെയ്തു. നമ്മളത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് നെക്സ്റ്റ് നമ്മുടെ പെർസെപ്ഷനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അതായത് ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്ത് ഇനി അടുത്ത് ഞാൻ ചിന്തിക്കുകയാണ്, ഓക്കെ ഇതും ആ ഒരു ബാക്കിയുള്ള ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ് അതുപോലെ ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ ഈ മാരിഗോൾഡിന് എന്തിനാ അധികം നമ്മൾ പൈസ കൊടുക്കുന്നത്? സോ ഞാനപ്പോൾ എൻ്റെ പെർസെപ്ഷൻ ഇതാണ്, ഞാനിപ്പോൾ തിങ്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കണ്ണിലും പിന്നെ ഒക്കെ കണ്ട കാര്യങ്ങളെ വെച്ചിട്ട് ഞാനത് ചിന്തിച്ച് അനലൈസ് ചെയ്തിട്ട് ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കുന്നു. ഞാൻ പോയി ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ് എടുത്തു. ഓക്കെ, ഇതിനെ നമുക്ക് ഈ ഒരു ബിഹേവിയർ ഞാനിപ്പോൾ ഷോ ചെയ്ത ആ ഒരു ബിഹേവിയറിനെ നമുക്ക് പെർസെപ്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ സെലക്ട്സ്, ഓർഗനൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ഇൻഫോർമേഷൻ ഇൻപുട്സ് ക്രിയേറ്റ് എ മീനിങ് പിക്ചർ ഓഫ് ദ വേൾഡ്. ഓക്കെ, അപ്പം ഞാൻ അത് കണ്ടു, മനസ്സിലാക്കി, ഇതെല്ലാം ഞാൻ കമ്പയർ ചെയ്തെല്ലാം ചെയ്തതിന് ശേഷം ഫൈനൽ ഞാനൊരു ഡിസിഷൻ ഹോർലിക്സ് ബിസ്ക്കറ്റ് എടുത്തു. എല്ലാം ഒരേപോലെ തന്നെ ഉള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത്, പിന്നെ അധികം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു. സോ നമുക്ക് ഇതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർസെപ്ഷൻ കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ലേണിംഗ്. ലേണിംഗ് ഈസ് ദ കീ ആസ്പെക്റ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. It refers to changes in behavior brought about by practice or experience. Learning എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ് ലേണിങ്. പുതിയ കാര്യങ്ങൾ അനുഭവിക്കുകയും പുതിയതായിട്ട് പല കാര്യങ്ങളെ നമുക്ക് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും വഴി നമ്മൾ പല കാര്യങ്ങളും പഠിക്കുകയാണ്. സോ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നു. സോ അപ്പം അത് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് കമ്പനി പറയുന്ന അത്രയും മെച്ചപ്പെട്ട ആ ഒരു പെർഫോമൻസ് ആ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നില്ല. സോ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ലേണിംഗ് മീൻസ് ഇറ്റ് റെഫേഴ്സ് ദ ചേഞ്ചസ് ഇൻ ബിഹേവിയർ ബ്രോട്ട് അബൌട്ട് ബൈ പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ടൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, അപ്പം പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരികയും ചെയ്യുന്നു. സോ ഞാൻ അതിനകത്ത് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ഓക്കെ ആണ്, ബട്ട് ഞാനൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നു. സോ വേറൊരെണ്ണം ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇറ്റ്സ് ബെറ്റർ ദാൻ ദ ഫസ്റ്റ്. ആദ്യം ഉപയോഗിച്ചതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നി. സോ ഞാൻ ഈ ഒരു സെക്കൻഡ് പ്രോഡക്റ്റ് തന്നെ വീണ്ടും ഉപയോഗിക്കാനായിട്ട് നോക്കുന്നു. സോ ലേണിംഗ് ബിഹേവിയർ ബ്രോട്ട് അബൌട്ട് ബൈ പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ്. എ പേഴ്സൺ ലേൺസ് വെൻ ഹി ആക്ട്സ്. ദെൻ ദ ലാസ്റ്റ് പോയിൻ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്സ്. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓർ ഫീലിംഗ്, ഓർ വി ക്യാൻ സേ it a person's emotional feelings, actions, tendencies towards some idea or object. ഒരു പർട്ടിക്കുലർ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുകയൊക്കെ ചെയ്യുമ്പോൾ അതിനോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ്, ആക്ഷൻസ്, ടെൻഡൻസീസ്, ഇതിനെയൊക്കെ നമുക്ക് ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ വരുന്നത്? ഫ്രം ദ പെർസെപ്ഷൻ.
തിങ്കിങ്, ഫീലിങ്സ് ആൻഡ് റീസണിങ്. ഈ ഒരു 2-3 കാര്യങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ആപ്പിളിൻ്റെ ഒരു ഫോണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ, ആ ഒരു പ്രോഡക്റ്റിന് നമുക്കുള്ള വിശ്വാസം ഭയങ്കരമാണ്. സോ ഇറ്റ് ക്രിയേറ്റ് എ ബ്രാൻഡ് ലോയാലിറ്റി. ഇനി ആരൊക്കെ വന്ന ആപ്പിൾ ഫോണിനെ പറ്റി കുറ്റം പറഞ്ഞാൽ അത് വാങ്ങിക്കേണ്ട എന്തൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു നമ്മുടെ കൺസെപ്റ്റിൽ നിന്ന് നമ്മളത് മാറത്തില്ല. നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ മാറത്തില്ല. ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ലൈനിൽ വരുന്ന ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കും. സോ ആറ്റിറ്റ്യൂഡ്സ്, it is the result of experience and interacts with the perception, thinking, feeling and reasoning. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്: മോട്ടിവേഷൻ, ദെൻ പെർസെപ്ഷൻ, ലേണിംഗ്, ആറ്റിറ്റ്യൂഡ്സ്.